ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? മത്തങ്ങ വെച്ചിട്ട് 5 മിനിറ്റിൽ എൻ്റെ മുത്തശ്ശി ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കൂട്ട. ആ കൂട്ടാനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ കൂട്ടാൻ വെളിച്ചെണ്ണയിൽ എണ്ണ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, 10 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഉള്ളി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ കുറച്ച് മത്തങ്ങ എടുത്ത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്തോളോട്ട. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് മത്തങ്ങ വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുമ്പോഴേക്കും നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, 3 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നാളികേരം ചതച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ നോക്കാം നമുക്ക്. മത്തങ്ങ നല്ലോണം വെന്ത് തുടങ്ങിയിട്ട് കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുത്തി ഉടയ്ക്കാം. നമുക്ക് ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നാളികേരം ഒന്ന് ചൂടായാൽ മതിയിട്ട്. ഇനി കുറേ നേരം ഒന്നും കുക്ക് ചെയ്യണ്ട. നാളികേരം ഒന്ന് നല്ലോണം ചൂടായിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അടച്ച് വയ്ക്കുക. എപ്പോഴാണോ ഊണ് കഴിക്കണേ ആ സമയത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും മത്തങ്ങ വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.